ഡേറ്റയുടെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് പ്രഡിക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സബ് ഫീൽഡാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വൺ ഓഫ് ദ മേജർ മെത്തേഡ്സ് ആണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ സെഷനിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സും അതിൻ്റെ പ്രൊസീജിയറും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇത് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ വൈസ്, ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ടെസ്റ്റ് വെദർ ദ ഡിഫറൻസ് ഇൻ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഓർ നോട്ട്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് വി ഹാവ് എ പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമോഡിറ്റിയാണ്. അതിലാണ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലുള്ള ഐറ്റംസും ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനാണ് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ പോപ്പുലേഷനിൽ നിന്ന് 2 സാമ്പിൾസ് ഡിറൈവ് ചെയ്യണം. ആ സാമ്പിൾസിൻ്റെ മീനിനെ, അരിത്തമെറ്റിക് മീനിനെ, സെൻട്രൽ ടെൻഡൻസിയെ x1 ബാർ എന്നും x2 ബാർ എന്നും പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സാമ്പിൾ 1ൻ്റെയാണ് x1 ബാർ, സാമ്പിൾ 2 x2 ബാർ. ഈ 2 സെൻട്രൽ ടെൻഡൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ, ഡിഫറൻസ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യേണ്ടതാണോ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി വേറെ ഒരു ഇൻസ്റ്റൻസ് നോക്കാം. 2 ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന 2 സാമ്പിൾസ് വിത്ത് സാമ്പിൾ മീൻസ് x1 ബാർ ആൻഡ് x2 ബാർ. ഇവ തമ്മിൽ ഈ 2 സാമ്പിൾ x ബാർ തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ, കൺസിഡർ ചെയ്യേണ്ടതാണോ നെഗ്ലക്റ്റ് ചെയ്യേണ്ടതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി മൂന്നാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ സാമ്പിളിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പോപ്പുലേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണോ കറസ്പോണ്ടിങ് സാമ്പിൾ, ആ സാമ്പിളിൻ്റെ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട്, സാമ്പിളിൻ്റെ മീനിനെ ബേസ് ചെയ്തിട്ട് പോപ്പുലേഷൻ മീനുമായിട്ട് കമ്പയർ ചെയ്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ആ ഡിഫറൻസ് കൺസിഡർ ചെയ്യേണ്ടതാണോ നെഗ്ലക്റ്റ് ചെയ്യേണ്ടതാണോ, അതായത് ഈ സാമ്പിൾ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷനിൽ നിന്ന് തന്നെ ഒബ്റ്റെയിൻ ചെയ്തതാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് സാധിക്കും. ഇപ്പം ഇത് പറഞ്ഞപ്പോഴും ചിലപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു problematic situation തരാം. A weight loss program was conducted on 5 individuals. The weights before and after are given. Test whether the weight loss program has a significant effect or not. ഒരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം 5 ഇൻഡിവിജ്വൽസിൽ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റയാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് വെയ്റ്റ് ബിഫോർ ആൻഡ് വെയ്റ്റ് ആഫ്റ്റർ. അതായത് ഈ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുമ്പുള്ള അവരുടെ വെയ്റ്റ്, എൻറോൾ ചെയ്തതിന് ശേഷം അവർക്കുള്ള വെയ്റ്റ്. അപ്പോൾ ഈ ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി അതിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ, അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി കാണുമ്പോൾ ബിഫോറിനെ നമുക്ക് സാമ്പിൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം, ആഫ്റ്ററിനെ സാമ്പിൾ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 കോളത്തിൻ്റെയും മീൻ എടുക്കുമ്പോൾ സാമ്പിൾ 1ൻ്റെ മീനെ x1 ബാർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 89.8 ആണ്. ഇനി സാമ്പിൾ 2 ആഫ്റ്ററിൻ്റെ മീനെ x2 ബാർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അതെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74 ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലേമാൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ആ പ്രോബ്ലം പോസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ചിലപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറയും. എന്താ, ഈ വെയ്റ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എഫക്റ്റീവാണ്, വെയ്റ്റ് ലോസ് പ്രോഗ്രാമിന് ഒരു സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഉണ്ടെന്ന് പറയും. കാരണം എന്താ, ബിഫോറിനേക്കാളും കുറവാണ് ആഫ്റ്റർ. x1 ബാർ ഈസ് ഗ്രേറ്റർ ദാൻ x2 ബാർ. അതായത് വെയ്റ്റ് ലോസ് പ്രോഗ്രാമിന് എഫക്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് ഈ ഡേറ്റയെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ കണ്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 അസംപ്ഷൻസ് ഉണ്ടാക്കാം. അതായത് ഈ x1 ബാറും x2 ബാറും സിമിലർ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് ദ 2 സാമ്പിൾ ഈസ് നെഗ്ലിജിബിൾ ഓർ ഇൻസിഗ്നിഫിക്കൻറ്റ്. x1 ബാറിലും x2 ബാറിലും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, അത് നെഗ്ലിജിബിൾ ആണെന്ന് പറയുന്നതാണ് ഒരെണ്ണം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ദ മീൻസ് ഓഫ് ദ 2 സാമ്പിൾസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. ഇതിനകത്ത് ഏതാണ് ശരി? 2 ഇൻസ്റ്റൻസസ് ഉണ്ട്, 2 മീനും സിമിലർ ആണ്.
ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ രണ്ട് മീൻസും സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ പ്രൊസീജിയർ നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിലൂടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. 3 സ്റ്റെപ്സ് ആണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിനുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ലേയിങ് ഡൗൺ ദ ഹൈപ്പോത്തിസിസ് ആൻഡ് ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഓരോന്നും നോക്കാം. ആദ്യത്തേതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ഏത് തരത്തിലുള്ള സയൻറ്റിഫിക് മെത്തേഡ് ആണെങ്കിലും അതിൻ്റെ ആദ്യത്തെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ആണെങ്കിലും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലമാണ്. ഐഡൻറ്റിഫൈങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ദെൻ സെലക്ഷൻ ഓഫ് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ് ലേയിങ് ഡൗൺ ദ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് അറിയണം. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നാണ് ഈ മെത്തേഡിന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു? അത് ഇവിടെ ഈ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പ്രോബബിൾ ഔട്ട്കംസ് ഓഫ് ദ പ്രോബ്ലം ഡിറൈവ്ഡ് ഫ്രം സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട്, ഓൾറെഡി ഗിവൺ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഈ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ ഫൈനൽ റിസൾട്ട്സിനെ കുറിച്ച് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഒരു അസംഷൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയാണ്. അങ്ങനെയുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. 2 തരത്തിലാണ് ഹൈപ്പോത്തിസിസ് വരുന്നത്: നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസിൻ്റെ റെപ്രസെൻറ്റേഷൻ H0 എന്നാണ് പറയുന്നത്. നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ്. സാമ്പിൾസിൻ്റെ മീൻസ് തമ്മിൽ, അതായത് 2 സാമ്പിൾസ് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ, അതായത് ബിഫോർ ആഫ്റ്റർ എൻറോളിങ് ഇൻ ദ വെയ്റ്റ് ലോസ് പ്രോഗ്രാം, അങ്ങനെയുള്ള X1 ബാർ X2 ബാർ അങ്ങനെയുള്ള 2 സാമ്പിൾസ് തമ്മിൽ ആ മീനിലുള്ള ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ മീനിൽ ഡിഫറൻസ് ഒന്നുമില്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് H0 നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഈക്വൽ ടു X1 ബാർ ഈസ് ഈക്വൽ ടു X2 ബാർ. X1 ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മീൻ ഓഫ് ദ സാമ്പിൾ 1, X2 ബാർ എന്ന് പറയുന്നത് മീൻ ഓഫ് ദ സാമ്പിൾ 2. 2 തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ്. അല്ലെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള കമ്പാരിസനാണ്. അതായത് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണോ സാമ്പിൾ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ, പ്രൊസീജിയറാണ് ചെയ്യുന്നതെങ്കിൽ, അവിടെ H0 എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു എക്സ് ബാർ, വെയർ മ്യൂ ഈസ് ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ, ദെൻ എക്സ് ബാർ ഈസ് ദ മീൻ ഓഫ് ദ സാമ്പിൾ. ഏത് തരത്തിലുള്ള ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിലും അതിനകത്ത് ഉറപ്പായിട്ടും വേണ്ട ഹൈപ്പോത്തിസിസ് ആണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് ഫോർമുലേറ്റ് ചെയ്യാം, ഫോർമുലേറ്റ് ചെയ്യാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഓൾവേസ് ഷുഡ് ഹാവ് എ നൾ ഹൈപ്പോത്തിസിസ്. ഒരു ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിന് ഉറപ്പായിട്ടും വേണ്ട ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് ഈസ് എ ഡിഫോൾട്ട് ഓഫ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. അടുത്ത ഹൈപ്പോത്തിസിസ് ആണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അത് HA എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. HA, H1 എന്നൊക്കെ പറയാറുണ്ട്. ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ്. ഇതാണ് ലിറ്ററൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതായത് X1 ബാർ ഈസ് നോട്ട് ഈക്വൽ ടു X2 ബാർ. നൾ ഹൈപ്പോത്തിസിസ് പറഞ്ഞത് X1 ബാർ ഈസ് ഈക്വൽ ടു X2 ബാർ. 2 സാമ്പിൾസിൻ്റെ മീനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആ സാമ്പിൾസിൻ്റെ മീന് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻ്റ് അല്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ്. സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഇത് ഡിഫോൾട്ടായിട്ട് X1 ബാർ നോട്ട് ഈക്വൽ ടു X2 ബാർ എന്നാണ് പറയുന്നത്. ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, നമ്മുടെ പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട് X1 ബാർ ഗ്രേറ്റർ ദാൻ X2 ബാർന്നോ X1 ബാർ ലെസർ ദാൻ X2 ബാർന്നോ ഒക്കെ പറയാം. നമ്മുടെ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബിഫോറിൻ്റെ വെയ്റ്റ്, അതായത് X1 ബാർ എന്ന് പറയുന്നത് കൂടുതലും X2 ബാർ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് X1 ബാർ ഈസ് ഗ്രേറ്റർ ദാൻ X2 ബാർ എന്നുള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യാം. ഇനി പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും
തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ നേരത്തെ നൾ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ അതേ ഇൻസ്റ്റൻസ് തന്നെയാണെങ്കിൽ പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആണോ സാമ്പിൾ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ alternate hypothesis mu is not equal to x bar എന്നുള്ളതാണ്. where mu is the mean of the population, then x bar is the mean of the sample. ഇപ്പോൾ ഈ alternate hypothesis എന്ന് പറയുന്നത് അത് വേണമോ വേണ്ടയോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റർക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിഫോൾട്ടായിട്ട് ഓൾവേസ് ഉണ്ടായിരിക്കേണ്ട ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഇനി അടുത്ത മേജർ സ്റ്റെപ്പ് നോക്കാം, ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്. അപ്പോൾ അത് 3 സ്റ്റെപ്പുകളിലാണ് കംപ്ലീറ്റഡ് ആകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇറ്റ് ഈസ് എ നമ്പർ ബേസ്ഡ് ഓൺ വിച്ച് വി ക്യാൻ റിജക്റ്റ് ഓർ ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു നമ്പറാണ്, ഒരു കാൽക്കുലേറ്റഡ് നമ്പറാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ-സ്ക്വയർ ടെസ്റ്റ്, ഇതുപോലുള്ള ടെസ്റ്റുകളാണ് സാധാരണ രീതിയിൽ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള യൂസസ് ഉണ്ട്. പല കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓരോ ടെസ്റ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിനകത്ത് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ടി ടെസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടി ടെസ്റ്റിന് ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയറുണ്ട്, പല സ്റ്റെപ്സ് ഉണ്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിനെ വേറൊരു വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യണം. ദാറ്റ് വാല്യൂ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വാല്യൂ. ഇത് ടേബിൾ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ഈ ഓരോ തരത്തിലുള്ള ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന മാത്തമാറ്റീഷ്യൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളും കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ ആ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ആ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ എന്നുള്ളത് നോക്കാം. ടേബിൾ വാല്യൂ ആണെന്ന് പറഞ്ഞു. എ വാല്യൂ വിച്ച് ഡിവൈഡ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു 2 സോൺസ്. 2 സോൺസ് ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ ക്രിട്ടിക്കൽ വാല്യൂ ഡിവൈഡ് ചെയ്യും. ക്രിട്ടിക്കൽ റീജിയൻ ഓർ റിജക്ഷൻ സോൺ, നോൺ ക്രിട്ടിക്കൽ റീജിയൻ ഓർ ആക്സെപ്റ്റൻസ് സോൺ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയലായിട്ടുള്ള ഏറ്റവും നോർമലായിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും തിയറട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷനാണിത്. ഇവിടെ നോക്കുവാണെങ്കിൽ വേരിയബിൾ വേഴ്സസ് ഫ്രീക്വൻസിയാണ് പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇതിൻ്റെ സെൻട്രൽ ടെൻഡൻസി കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ ടെൻഡൻസി എല്ലാം കോയിൻസൈഡ് ചെയ്യും. അതായത് മീനും മീഡിയനും മോഡും എല്ലാം ഈക്വൽ ആയിരിക്കും. ഏറ്റവും കൂടുതൽ വാല്യൂസ് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ടെൻഡൻസിയുമായിട്ട് അടുത്തായിരിക്കും. അപ്പോൾ പീക്ക് എന്ന് പറയുന്നത് ഏറ്റവും സെൻട്രലിൽ വരും, സെൻട്രൽ ടെൻഡൻസിയും അടുത്ത് വരും. ഇനി 2 സൈഡിലേക്കും സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്ന വാല്യൂസ്, നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കുന്ന വാല്യൂസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടെയിലാണ് ആക്ച്വലി ക്രിട്ടിക്കൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ ഒരു പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇവിടെ CV എന്ന് പറയുന്നത് ആ ക്രിട്ടിക്കൽ വാല്യൂവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ക്രിട്ടിക്കൽ വാല്യൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ സോണും നോൺ ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് സോണും. ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂടുതൽ മാഗ്നിറ്റ്യൂഡുള്ള വാല്യൂസ് വരുന്നതാണ്, ഈക്വൽ ടു ആൻഡ് മോർ ദാൻ വരുന്ന വാല്യൂസ്, ആ റീജിയനെയാണ് ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ സോൺ എന്ന് പറയുന്നത്. അത് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് വളരെയധികം ഡീവിയേഷൻ കാണിക്കുന്ന വാല്യൂസ് ആയിരിക്കും. ഇനി സെൻട്രൽ ടെൻഡൻസിയോട് അടുത്ത് കിടക്കുന്ന ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്ന വാല്യൂസാണ് നോൺ ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് സോണിൽ വരുന്നത്. അപ്പോൾ ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് നോൺ ക്രിട്ടിക്കൽ റീജിയൻ ആണ്, ആക്സെപ്റ്റൻസ് സോണാണ്. സെൻട്രൽ ടെൻഡൻസിയോട് അടുത്ത് കിടക്കുന്ന വാല്യൂസാണ്, ഡീവിയേഷൻ വളരെ കുറവാണ്. ഈ ക്രിട്ടിക്കൽ വാല്യൂവിന് ശേഷം വരുന്ന വാല്യൂസ്, ക്രിട്ടിക്കൽ വാല്യൂവും അതിന് ശേഷം വരുന്ന വാല്യൂസ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് വളരെയധികം മാറിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ക്രിട്ടിക്കൽ റീജിയനിലാണ്, റിജക്ഷൻ സോണിലാണ്. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ് സോൺ എന്താണ്, റിജക്ഷൻ സോൺ എന്താണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി എടുക്കാം.
ഇപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ വാല്യൂ ഒരു ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ആ ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂ നമ്മുടെ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊരു പ്രോബ്ലം ചെയ്താൽ മാത്രമേ എന്നുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷനാണ്. അതായത് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ വാല്യൂ ടേബിളിൽ നിന്ന് നമ്മുടെ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും, ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ, നൾ ഹൈപ്പോത്തസിസ് ഈസ് ആക്സെപ്റ്റഡ്. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇനി കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ വേറെ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലെസർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ, ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ, റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാൽക്കുലേറ്റഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഒരു ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മറ്റേ നേരത്തെ പ്രോബ്ലം വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് 3 എന്ന് പറഞ്ഞത്. ഇതൊരു സങ്കല്പം മാത്രമാണ്, അത് യഥാർത്ഥത്തിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കാം. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡേറ്റയെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് 2.5, അതിന് പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡും ഉണ്ട് നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇത് +2.5ഉം ഇത് -2.5 ആണ്. അപ്പം എന്തായിരിക്കും ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ? ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ. ദാറ്റ് മീൻസ് ഈ 3 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? റിജക്ഷൻ സോണിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ ഡിസിഷൻ എന്ത് ചെയ്യണം? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ, സോ വി ഹാവ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എന്തായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? നൾ ഹൈപ്പോത്തസിസ് പറയുന്നത് സാമ്പിളിൻ്റെ രണ്ടിൻ്റെയും മീന് സെയിം ആണെന്നുള്ളതാണ്. x1 ബാർ ഈസ് ഈക്വൽ ടു x2 ബാർ. അതായത് ഈ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിന് സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നൾ ഹൈപ്പോത്തസിസ്. അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റഡ് ആവും. അതായത് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ദ സാമ്പിൾ എന്ന് പറയുന്ന x1 ബാർ നോട്ട് ഈക്വൽ ടു x2 ബാർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് സെലക്റ്റഡ് ആകും. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്രിട്ടിക്കൽ വാല്യൂവും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള കമ്പാരിസനാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. അത് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യണം. അതിനേക്കാളും കുറവാണെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെസർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റൻസ് സോണിലാണ് വരുന്നത്, നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ആക്സെപ്റ്റൻസ് സോണും റിജക്ഷൻ സോണും എന്താണെന്നുള്ളത് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന് മനസ്സിലായിട്ട് ഉണ്ടായിരിക്കും. ഇഫ് H0 ഈസ് റിജക്റ്റഡ്, HA ആക്സെപ്റ്റഡ്. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അത് നാച്ചുറലി ആക്സെപ്റ്റഡ് ആവും. നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റഡ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആകും. ഇതാണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട 2-3 കാര്യങ്ങളാണ്. അതായത് ക്രിട്ടിക്കൽ വാല്യൂവിൽ കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷനല്ല, ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ ലൊക്കേഷനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന, ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള എറേഴ്സാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്റർ 2 തരത്തിലുള്ള എറേഴ്സാണ് ഉണ്ടാക്കാനുള്ള സാധ്യത. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ അയാൾ കറക്റ്റായിട്ടാണോ എടുക്കുന്നത് റോങ് ആയിട്ടാണോ എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ, നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, അപ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ഡിസിഷനാണ്. H0 ട്രൂ ആണ്, അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ഡിസിഷനും. ദെൻ H0 ഫോൾസ് ആകുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 എററുമാണ്.
അപ്പോൾ ഈ ടേബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ഒന്ന് ശ്രമിച്ചാൽ മതി. H0 ട്രൂ ആകുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ഡിസിഷനും H0 ഫോൾസ് ആകുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 എററാണ്. H0 ശരിയല്ലാതിരിക്കുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു മണ്ടത്തരമാണ്, അതൊരു എററാണ്, അത് ടൈപ്പ് 2 എറർ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ H0 ട്രൂ ആയിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നത് അത് ടൈപ്പ് 1 എററാണ്. H0 ട്രൂ ആയിരിക്കുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് ശരിയായിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. H0 ഫോൾസ് ആയിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ഡിസിഷനാണ്. അപ്പോൾ ഇവിടെ 2 കറക്റ്റ് ഡിസിഷൻസും ഉണ്ട്, 2 എറേഴ്സും ഉണ്ട്. ടൈപ്പ് 1 എറർ എന്താണെന്നുള്ളത് നമുക്കൊന്നുകൂടെ അനലൈസ് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്പ് 1 എററാണ്. H0 റിജക്റ്റഡ് വെൻ ഇറ്റ് ഈസ് ട്രൂ. H0 ശരിയായിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ. H0 ആക്സെപ്റ്റഡ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്, അതാണ് ടൈപ്പ് 2 എറർ. ഇനി അറിഞ്ഞിരിക്കേണ്ട വേറൊരു മെഷറാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ക്രിട്ടിക്കൽ വാല്യൂ നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചേഴ്സാണ്. ഒരു ഗിവൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ടേബിൾ വാല്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എറർ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലുള്ള എററിനെ ബേസ് ചെയ്തിട്ടാണ്. ബിഫോർ ഡൂയിങ് എ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ സെറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ടു എ സർട്ടൺ ലെവൽ. അതായത് ഈ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഒരു സർട്ടൺ ലെവലിൽ ഈ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ സെറ്റ് ചെയ്യുന്നു. ഇത്ര പെർസെൻറ്റേജ് ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആകാം, 1% ആകാം. 5% എന്ന് പറയുന്നത് 0.05 ആണ്, 1% എന്ന് പറയുന്നത് 0.01 ആണ്. അതായത് കോമൺ ആയിട്ട് വലിയ ഒരു നോർമലായിട്ടുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ ടൈപ്പ് 1 എറർ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ അയാൾക്കുള്ളതെങ്കിൽ അയാൾ ഫോളോ ചെയ്യേണ്ടത് 5% ആയിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യണം. അതായത് 0.05 ആയിട്ട് സെറ്റ് ചെയ്യണം. 1% എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഒരു അസംഷനിൽ പോവുകയാണെങ്കിൽ 1% അല്ലെങ്കിൽ 0.01 എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ട്രൂ ആയിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എറർ എന്ന് പറയുന്നത്. അപ്പോൾ 5% അല്ലെങ്കിൽ 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5/100 ആണ്. അതായത് കറക്റ്റ് ഡിസിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 95 ഔട്ട് ഓഫ് 100. മറ്റേ എറർ ഉണ്ടാകാനുള്ള ചാൻസ് 5 ഔട്ട് ഓഫ് 100ഉം കറക്റ്റ് ഡിസിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് 95 ഔട്ട് ഓഫ് 100ഉം ആണ്. അപ്പോൾ ഇയാളുടെ കോൺഫിഡൻസ് ലെവൽ നോട്ട് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് 95% ആയിരിക്കും, അല്ലെങ്കിൽ 0.95 ആയിരിക്കും. രണ്ടും വ്യത്യാസമുണ്ട്. ടൈപ്പ് 1 എറർ ഉണ്ടാക്കാൻ ഉള്ള ചാൻസിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് 5% ആണെങ്കിൽ കോൺഫിഡൻസ് ലെവൽ അത് കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള കോൺഫിഡൻസ് ആണ്, അത് 95% ആയിരിക്കും. 5% ആണെങ്കിൽ 95% കോൺഫിഡൻസ്. ഇനി ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള ചാൻസ് 1/100 ആണെങ്കിൽ, അതായത് 1 ഔട്ട് ഓഫ് 100 ആണെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 1% അല്ലെങ്കിൽ 0.01 ആണെന്ന് പറയാം. അപ്പോൾ കറക്റ്റ് ഡിസിഷനുള്ള ചാൻസ് എന്ന് പറയുന്നത് 99 ഔട്ട് ഓഫ് 100 ആണ്. അപ്പോൾ ആ കേസിൽ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 99% ആയിരിക്കും, അല്ലെങ്കിൽ 0.99 ആയിരിക്കും. ഈ ടേബിൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ ടി ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂവിൽ 2 സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആൽഫ എന്നുള്ളതുണ്ട്. ഈ ആൽഫയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. 0.05 ഉണ്ട്, 0.01 ഉണ്ട്. ഇത് കൂടാതെ വേറെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയെടുത്ത 2 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉള്ളൂ, 0.05ഉം 0.01. അപ്പം ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഒരെണ്ണം കൂടെ അറിഞ്ഞാൽ മതി, DF എന്നുള്ളത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. ആ DFൻ്റെ വാല്യൂയും കൂടെ അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ സപ്പോസ് DF എന്ന് പറയുന്നത് 6 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 5%ലാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അങ്ങനെയാണെങ്കിൽ 1.943 ആണ് ക്രിട്ടിക്കൽ വാല്യൂ. അതായത് 0.05ൻ്റെ ആ കോളം നോക്കുക,
ദെൻ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നോക്കുക 1.943. ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അതുപോലുള്ള ഫീച്ചേഴ്സും ഒക്കെ പറയുന്നത്. പിന്നെ ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറി വരും. അപ്പം അത് അങ്ങനെ ഡീൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനെക്കുറിച്ചൊരു കോമൺ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ബേസിക്കലി മനസ്സിലാക്കിയെടുക്കേണ്ടത് അൺസർട്ടനിറ്റി ഉള്ള സിറ്റുവേഷനിൽ, അതായത് സാമ്പിളിൻ്റെ മീനിൽ തമ്മിൽ ഡിഫറൻസ് ഉള്ള സിറ്റുവേഷനിൽ പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആണോ സാമ്പിൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തഡോളജിയാണ്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ് വളരെ ക്രൂഷ്യൽ. പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഹൈപ്പോത്തിസിസ് ലേ ചെയ്യുക, നൾ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസിസ് ഡിഫോൾട്ടാണ്. ഇനി അടുത്തത് ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് ആണ്. അത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യുക, ക്രിട്ടിക്കൽ വാല്യൂ ലൊക്കേറ്റ് ചെയ്യുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിനെയും ക്രിട്ടിക്കൽ വാല്യൂവിനെയും പരസ്പരം കമ്പയർ ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഈ എക്സ്പ്ലനേഷന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ ഇതുപോലുള്ള എക്സ്പ്ലനേഷൻ സഹായിക്കും.